മനുഷ്യർ വരുന്നതിന് മുമ്പ് തിന്നുന്നുണ്ട്, കിടന്നുറങ്ങുന്നുണ്ട്, ഇണചേരുന്നുണ്ട്, വിസർജിക്കുന്നുണ്ട്. ആ പണിയെടുക്കാൻ മാത്രം പിന്നെ നമ്മളിങ്ങ് വരണോ? കടുവ പോരെ, ആന പോരെ, പുലി പോരെ? നമ്മളെന്തിനാ മനുഷ്യരായത്? ചിരിക്കാൻ, ചിന്തിക്കാൻ, പാട്ടുപാടാൻ, സ്വപ്നങ്ങൾ കാണാൻ, സ്നേഹിക്കാൻ, സൗന്ദര്യബോധം ആസ്വദിക്കാൻ. വെയിലുമുള്ള കാലത്തെല്ലാം മഴവില്ലും ഉണ്ടായിരുന്നു. പക്ഷെ ആ മഴവില്ലിന് 7 നിറമാണെന്ന് എണ്ണാൻ നമ്മൾ വന്നേരേ കഴിഞ്ഞിട്ടുള്ളൂ. അതിനു മുമ്പ് ഒരാളും 7 നിറമെന്ന് എണ്ണിയിട്ടില്ല. ആ തുളസിയുടെ കതിർ നുള്ളിയെടുത്തിട്ടൊരു മാല കെട്ടിയിട്ട്, തുളസി കതിർ നുള്ളിയെടുത്ത് കണ്ണൻ ഒരു പൂജയ്ക്കായി പൊട്ടാത്ത നൂലിൽ കെട്ടാൻ ഒരു പൊട്ടനും ഉണ്ടായിരുന്നില്ല. നമ്മൾ വന്നതിന് ശേഷം കൃഷ്ണനെയും രാമനെയും അള്ളാഹുവിനെയും യേശുവിനെയും പ്രാർത്ഥിക്കാൻ തുടങ്ങിയ. അതിനു മുമ്പ് ഒരു പള്ളി ഉണ്ടായിരുന്നില്ല, ഒരമ്പലം ഉണ്ടായിരുന്നില്ല. ഈ കപ്ലങ്ങ എന്ന് പറയുന്ന സാധനമില്ലേ, നിങ്ങളുടെ കപ്ലങ്ങ ഞങ്ങൾക്ക് കർമ്മോസാ. എൻ്റെ നാട്ടിൽ ഒരു സ്ത്രീ കപ്ലങ്ങ കറി വെക്കാൻ വേണ്ടി മുറിച്ചിടുക. അപ്പോൾ മുട്ടുകുത്തി ചെറിയ കുഞ്ഞുണ്ട്. മുട്ടുകുത്തി വന്നിട്ട് ഇതിലൊന്നെടുത്തിട്ട് കുഞ്ഞ് വായിലിട്ടു. അത് വിഴുങ്ങി ഇവിടെ കുടുങ്ങിപ്പോയപ്പോൾ കുഞ്ഞ് അപ്പാട് ശ്വാസം കിട്ടാതെ ഇങ്ങനെ മലർന്നടിച്ച് വീണ് കണ്ടിട്ട് ഈ സ്ത്രീ നെഞ്ചത്തടിച്ച് നിലവിളി കേട്ടിട്ട് കാട്ടുകാരോടി വന്നു. ഈ കുഞ്ഞിനെ എടുത്ത്, ശ്വാസം കിട്ടാത്ത കുഞ്ഞിനെ എടുത്ത് വണ്ടി കയറ്റിയിട്ട് ഞങ്ങളുടെ നാട്ടിൽ ഹരിശങ്കർ ഡോക്ടറെ അടുത്ത് കൊണ്ടുവന്നു. ഡോക്ടറെ അടുത്ത് വരുമ്പോഴേക്ക് കുഞ്ഞ് മരിച്ചു പോയിരുന്നു. ആ ഡോക്ടറോട് കൂടെ നിന്ന ചെറുപ്പക്കാർ പറഞ്ഞു, ഇവർ നെഞ്ചത്തടിച്ച് നിലവിളിക്കുന്നത് കേട്ടിട്ടാണ് ഞങ്ങൾ ഓടി വന്നതെന്ന്. അന്ന് ഡോക്ടർ പറഞ്ഞൊരു വാക്കുണ്ട്, ഈ സ്ത്രീ നെഞ്ചത്തടിക്കുന്നതിന് പകരം ആ കുട്ടീൻ്റെ പുറത്താ ഒന്ന് അടിച്ചിരുന്നുവെങ്കിൽ അത് തെറിച്ചു പോവായിരുന്നു. കരയേണ്ടടത്തെ കരയാവൂ. കുഞ്ഞിന് അബദ്ധം പറ്റിയാൽ നെഞ്ചത്തടിച്ച് നിലവിളിച്ച് ആര് വരണ്ട് രക്ഷിക്കാൻ? അതിന് പകരം ആ കുഞ്ഞിൻ്റെ പുറത്തൊന്നടിച്ച് അതങ്ങ് തെറിച്ചു. നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യണം. കരയണം, കരയേണ്ടടത്തേ കരയാവൂ. ചിരിക്കണം, ചിരിക്കേണ്ടടത്തേ ചിരിക്കാവൂ. ദേഷ്യം വരണം, ദേഷ്യം വരേണ്ടടത്തേ ദേഷ്യം വരാവൂ. അത്തരത്തിൽ വയോജനങ്ങൾ അവർ മരണം വരെ ജീവിച്ചിരിക്കാൻ കഴിയണം. അല്ലാതെ എൻ്റെ ജീവിതമെല്ലാം പോയി ഇനിയെന്ത്? നിങ്ങൾക്ക് വികസിക്കാനുള്ള മാർഗം ഞാൻ പറഞ്ഞു തരട്ടെ. ബിരിയാണി തിന്നാറില്ലേ? ബിരിയാണി തിന്നുന്നതിനേക്കാൾ രസമുള്ള ഒരു സാധനം ഞാൻ പറഞ്ഞു തരട്ടെ. സന്തോഷ് ഏച്ചിക്കാനത്തിൻ്റെ ബിരിയാണി എന്ന് പറഞ്ഞൊരു കഥ വായിച്ചാൽ മതി. ഇവിടെ ഉണ്ടോ? ഇവിടുത്തെ ലൈബ്രറിയിലുണ്ടോ? ഉച്ചത്തിലൊരാൾ വായിക്കുക. ഈ പാട്ടുപാടുന്ന കുറേ പാട്ടുപാടിയില്ലേ ഇവിടെ? അതേപോലെ ആരെങ്കിലും ഒരു കഥ വായിക്കുക. മാധവിക്കുട്ടീൻ്റെ നെയ്പ്പായസം എന്ന് പറയുന്ന കഥ വായിക്കുക. ടി പത്മനാഭൻ്റെ ഗൗരി എന്ന് പറയുന്ന കഥ വായിക്കുക. പ്രകാശം പരത്തുന്ന പെൺകുട്ടി എന്ന് പറയുന്ന കഥ വായിക്കുക. ഇതൊക്കെ വായിക്കുക. നല്ല രസമുള്ള കഥയാ. അതെല്ലാം വായിക്കുക. ഒരു കവിത ചൊല്ലിക്കൂടെ? മരണം വരെ വായിച്ചു കൊണ്ടിരിക്കുക. ഈ വായന എന്ന് പറഞ്ഞാൽ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് മാത്രം ഉള്ളതാണെന്ന് ധരിച്ചതാ നമുക്ക് പറ്റിയ അബദ്ധം. കല്യാണം കഴിച്ചാൽ പിന്നെ പുസ്തകം വായിക്കൂല. കേരളത്തിലെ 90% പുരുഷന്മാരും സ്ത്രീകളും വിവാഹത്തിന് ശേഷം പുസ്തകം വായിക്കൂല. ഈ വിവാഹത്തിൻ്റെ രജിസ്ട്രേഷൻ്റെ അഗ്രിമെൻറ്റിൽ ഇനി പുസ്തകം വായിക്കാൻ പാടില്ല എന്ന് എഴുതി തന്നിട്ടുണ്ട് ആരെങ്കിലും? ഇല്ല. പിന്നെ കല്യാണം കഴിഞ്ഞാൽ പിന്നെ എന്താ പണി? ഉണ്ണുക, ഉറങ്ങുക, ഉണ്ണി ഉണ്ടാക്കുക, വിസർജിക്കുക. ഈ പണി മാത്രം എടുത്താൽ മനുഷ്യനാവുമോ? ഇതെല്ലാം മൃഗങ്ങളും ചെയ്യുന്നില്ലേ? നമ്മൾ മനുഷ്യരായത് ഭക്ഷണം കഴിക്കുന്നത് കൊണ്ടോ, കിടന്നുറങ്ങുന്നത് കൊണ്ടോ, ഇണചേരുന്നത് കൊണ്ടോ, വിസർജിക്കുന്നത് കൊണ്ടോ അല്ല. ചിരിക്കുന്നത് കൊണ്ടും, ചിന്തിക്കുന്നത് കൊണ്ടും, പാട്ടുപാടുന്നത് കൊണ്ടും, സ്നേഹിക്കുന്നത് കൊണ്ടുമാണ് മനുഷ്യരായത്. ഇതൊന്നും ചെയ്യാതെ രാവിലെ എഴുന്നേൽക്കുക, നേരെ ടോയ്ലറ്റിൽ പോവുക, ഒരു പ്രഭാതത്തെ കണി കാണൂല. മുന്നിലത്തെ വാതിൽ തുറന്നിട്ട് ആ പ്രഭാതത്തിൽ മുറ്റത്ത് വിരിഞ്ഞു നിൽക്കുന്ന ആ പൂക്കളുടെ ഇതളിൻ്റെ മേലെ ഒരു മഞ്ഞുതുള്ളിയെ കണ്ടിട്ട് ആ മഞ്ഞുതുള്ളി അടർന്ന് വീഴുമ്പോൾ ഉണ്ടാകുന്ന അതിൻ്റെ സൗന്ദര്യം ആസ്വദിക്കാൻ പറ്റിയിട്ടുണ്ടോ? വയലിലെ പൂക്കളുടെ മേലെ വെയിൽ തട്ടുമ്പോൾ വൈരക്കല്ല് പോലെ വയലിലെ പൂക്കളുടെ മേലെയുള്ള മഞ്ഞുതുള്ളി തിളങ്ങുന്നത് കണ്ടിട്ട് സൂര്യാംശുവോരോ വയൽ പൂവിലും വൈരം പതിക്കുന്നു എന്ന് പാട്ടുപാടിക്കൂടെ? ഉൾക്കൊടിത്തുമ്പിൻ്റെ മൂർധാവിലെ മഞ്ഞുതുള്ളിയിൽ സൂര്യകിരണങ്ങൾ തട്ടുമ്പോൾ അത് ചുവന്നു വരുന്നത് കണ്ടിട്ട് ഉഷാകിരണങ്ങൾ പുൽകി പുൽകി തുഷാരബിന്ദുവിൻ വദനം ചുവന്നു പകലിൻ മാറിൽ ദിനകരകരങ്ങൾ പവിഴമാലികകൾ അണിഞ്ഞു എന്നൊരു പാട്ടുപാടിക്കൂടെ? ആകാശത്തെ മഴവില്ല് മനുഷ്യരുണ്ടായിട്ട് 3 ലക്ഷം വർഷമായിട്ടുള്ളൂ. എന്നാൽ
300 കോടി വർഷങ്ങൾക്ക് മുമ്പ് ഈ ഭൂമിയിൽ മഴ വന്നപ്പോ, ഇവിടെ പുഴയുണ്ടായപ്പോ, ഇവിടെ സമുദ്രങ്ങൾ ഉണ്ടായപ്പോ, അന്ന് മഴയും വെയിലുമുള്ള കാലത്തെല്ലാം മഴവില്ലും ഉണ്ടായിരുന്നു. പക്ഷെ ആ മഴവില്ലിന് 7 നിറമാണെന്ന് എണ്ണാൻ നമ്മൾ വന്നേരേ കഴിഞ്ഞിട്ടുള്ളൂ. അതിനു മുമ്പ് ഒരാളും 7 നിറമെന്ന് എണ്ണിയിട്ടില്ല. അതിൽ വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ്, വിബ്ജിയോർ എന്ന് കണ്ടുപിടിച്ചിട്ടില്ല. ആ മഴവില്ലിനെ നോക്കിയിട്ട് മാരിവില്ലു പന്തലിട്ട് ദൂരചക്രവാളം മാടി മാടി വീളിക്കുന്നതറിഞ്ഞില്ലേ, പഞ്ചശരൻ വളർത്തുന്ന പൈങ്കിളിപ്പെണ്ണെന്ന് പാടാൻ ആരും ഉണ്ടായിരുന്നില്ല. മനുഷ്യർ ഈ ഭൂമിയിൽ വരുന്നതിന് മുമ്പ് പൂക്കൾ ഉണ്ടായിരുന്നു ഈ ഭൂമിയിൽ. പക്ഷെ ആ പൂക്കളെ നോക്കിയിട്ട് ആ തുളസിയുടെ കതിർ നുള്ളിയെടുത്തിട്ടൊരു മാല കെട്ടിയിട്ട്, തുളസി കതിർ നുള്ളിയെടുത്ത് കണ്ണൻ ഒരു പൂജയ്ക്കായി പൊട്ടാത്ത നൂലിൽ കെട്ടാൻ ഒരു പൊട്ടനും ഉണ്ടായിരുന്നില്ല. നമ്മൾ വന്നതിന് ശേഷം കൃഷ്ണനെയും രാമനെയും അള്ളാഹുവിനെയും യേശുവിനെയും പ്രാർത്ഥിക്കാൻ തുടങ്ങിയ. അതിനു മുമ്പ് ഒരു പള്ളി ഉണ്ടായിരുന്നില്ല, ഒരമ്പലം ഉണ്ടായിരുന്നില്ല, ഒരു ആരാധനാലയം ഉണ്ടായിരുന്നില്ല. മനുഷ്യർ വന്നതിന് മുമ്പ് ഇവിടെ ആരും പ്രാർത്ഥിച്ചിരുന്നില്ല. ഒരു ഓംകാരവും ഉണ്ടായിരുന്നില്ല, ഒരു അള്ളാഹു അക്ബർ വിളി ഉണ്ടായിരുന്നില്ല, ഒരു ഈശോ മിശിഹായ്ക്ക് സ്തുതി ഉണ്ടായിരുന്നില്ല. എല്ലാം നമ്മൾ വന്നതിന് ശേഷം അതൊക്കെ ഇല്ലാതെ കുറെ തിന്നുക, കിടന്നുറങ്ങുക, അത് അതിന് മുമ്പേ ഉണ്ട്. മനുഷ്യർ വരുന്നതിന് മുമ്പേ തിന്നുന്നുണ്ട്, കിടന്നുറങ്ങുന്നുണ്ട്, ഇണചേരുന്നുണ്ട്, വിസർജിക്കുന്നുണ്ട്. ആ പണിയെടുക്കാൻ മാത്രം പിന്നെ നമ്മളിങ്ങ് വരണോ? കടുവ പോരെ, ആന പോരെ, പുലി പോരെ? നമ്മളെന്തിനാ മനുഷ്യരായത്? ചിരിക്കാൻ, ചിന്തിക്കാൻ, പാട്ടുപാടാൻ, സ്വപ്നങ്ങൾ കാണാൻ, സ്നേഹിക്കാൻ, സൗന്ദര്യബോധം ആസ്വദിക്കാൻ. അതിനുവേണ്ടിയാ മനുഷ്യനുണ്ടായത്. മരണം വരെ അത് ചെയ്യൂ. മരണം വരെ വായിച്ചു കൊണ്ടിരിക്കൂ. ഭഗത് സിംഗിനെ അറിയാവോ? ഭാരതത്തിൻ്റെ ധീര ദേശാഭിമാനി ഷഹീദ്, രക്തസാക്ഷി, ഭാരതത്തിൻ്റെ ഏറ്റവും പ്രമുഖനായ രക്തസാക്ഷി വീര ഭഗത് സിംഗാണ്. ബ്രിട്ടീഷുകാർ തൂക്കിലേറ്റത്. അദ്ദേഹത്തെ തൂക്കിലേറ്റുന്നതിൻ്റെ തലേ ദിവസം ഒരു മനുഷ്യാവകാശമുണ്ട്. കൊല്ലുന്നതിൻ്റെ തലേ ദിവസം പോയിട്ട് ചോദിക്കും, അവസാനത്തെ ആഗ്രഹം എന്തോ ഉണ്ടോയെന്ന്. ഈ ആഗ്രഹം ചോദിച്ചപ്പോൾ ഭഗത് സിംഗ് പറഞ്ഞത്, വായിക്കണമെന്ന് വിചാരിച്ചൊരു പുസ്തകം, ലെനിൻ എഴുതിയൊരു പുസ്തകം ഉണ്ടായിരുന്നു, അതൊന്ന് കൊണ്ടുതരുമോ, എനിക്കതും കൂടി വായിച്ചിട്ട് മരിക്കണം എന്നിട്ട്. ജയിലിലെ അധികാരികൾ വിചാരിച്ചു, ഇവനെന്ത് വിഡ്ഢിയാ, നാളെ തൂക്കാൻ പോകുന്നവൻ ഇന്നെന്തിനാ പുസ്തകം വായിക്കുന്നത്? അപ്പം നമ്മൾ സ്കൂളിൽ പഠിക്കുന്നതെല്ലാം എല്ലാ കാലവും ഈ ഭൂമിയിൽ ബാക്കിയുണ്ടാവുമെന്ന് വിചാരിച്ചിട്ടാ? അല്ല, എല്ലാവരും മരിക്കുമല്ലോ. മരിക്കാത്ത ആരും ഉണ്ടോ ലോകത്ത്? എല്ലാവരും മരിക്കും. അതുകൊണ്ട് മരിക്കുന്നത് വരെ ജീവിച്ചിരിക്കുക. പക്ഷിമൃഗാദികളെല്ലാം മരിക്കുമ്പേ മരിക്കൂ, നമ്മളെപ്പോഴും മരിക്കൂ. അതാ കുഴപ്പം. അവർക്ക് കാലബോധവും മരണബോധവും ഇല്ലാത്തത് കൊണ്ട് മരിക്കുമ്പം മാത്രമേ അവർ മരിക്കൂ. നമ്മളെപ്പോഴും ചെറിയൊരു ഗ്യാസ് കയറിയാൽ മതി, ഒരു ഗ്യാസ് കയറിയാൽ മതി, ഉടൻ തന്നെ ജീരകം വറുത്ത വെള്ളം കുടിച്ചാൽ അതങ്ങ് പോവും. പക്ഷെ ഉടനെ എൻ്റെ അറ്റാക്കായി പോവോ? അപ്പോൾ പോവും, ഓടൂ. എടാ, നമ്മളെ സാധാരണ ഡോക്ടർ പോരാ, MD വേണം, MS വേണം, മിംസ് പോകണം, മെഡിക്കൽ കോളേജിൽ പോകണം. അങ്ങനെയായി ഈ വലിയ പ്രൈവറ്റ് മെഡിക്കൽ കോളേജുകാരെല്ലാം പൈസ ഉണ്ടാക്കുന്നത് ചെറിയ സൂക്കേടിന് ബെല്ല്. മരണം വരും ഒരു നാൾ, ഓർക്കുക മർത്യ, നീ ഇടക്കിടക്ക് പറഞ്ഞു കൊടുക്കുന്നതിൻ്റെ കാരണം മെഡിക്കൽ കോളേജിൽ ആൾ വായനാ. തൽക്കാല ദുനിയാവ് കണ്ടു നീ മയങ്ങാതെ, എപ്പോഴും മരണം നിൻ കൂടെയുണ്ട് മറക്കാതെ എന്ന് ഇടക്കിടക്ക് പാട്ട് പാടിക്കൊടുക്കുന്നത്. എപ്പോഴും നീ മരിക്കാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് ചെറിയ അസുഖത്തിനും വലിയ ഡോക്ടറെ അടുത്ത് പോകണം എന്നാണ് പ്രേരിപ്പിക്കാനായി ഇതെല്ലാം പാടിക്കൊടുക്കുന്നത്. നമ്മൾ ഈ മരണം വരുമ്പോൾ വരട്ടെ എന്ന്, അപ്പം അന്നേരം മരിച്ചാൽ മതി. മരണം വരുമ്പോൾ മരിച്ചാൽ മതി, അല്ലാതെ എല്ലാ ദിവസവും മരിക്കുമല്ലോ. നരനായി ഇങ്ങനെ ജനിച്ചു ഭൂമിയിൽ നരകവാരിധി നടുവിൽ ഞാൻ, ഈ നരകത്തിൽ തന്നെ കരകയറ്റിയിടണം തിരുവൈക്കം വാഴും ശിവശംഭോ. അങ്ങോട്ട് പോകണമെന്ന് പ്രാർത്ഥിക്കുക. എന്നാ പിന്നെ ഇങ്ങ് വരണോ? ചേട്ടാ, അങ്ങ് പോകാനാ പിന്നെ ഇങ്ങ് വരണോ? അവിടെ നിന്നാ പോരെ. പോകണ്ടതിനെ പറ്റി നിങ്ങൾ ചിന്തിക്കണ്ട, അത് പോകേണ്ട സമയത്ത് പോയിക്കോളും. മനസ്സിലായോ? നമ്മൾ ഇവിടെ ഇരിക്കുമ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ ചെയ്യാൻ പ്രകൃതി നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അത് ചെയ്യുക, അതൊന്ന് ചിരിക്കുക എന്നതാണ്. സ്മൈൽ, പുഞ്ചിരിക്കൂ. പക്ഷിമൃഗാദികൾക്കൊന്നും പുഞ്ചിരിക്കാൻ അറിയില്ല. ആകെ ചിരിക്കാൻ അറിയുന്നൊരു ജീവി കഴുതയാണ്. അത് പക്ഷെ ചിരിയല്ല, ഇലിയാണ്. അത് സന്തോഷം കൊണ്ട് ചെയ്യുന്നതല്ല, അതിൻ്റെ സ്വഭാവ വൈകൃതം പ്രകടിപ്പിക്കുന്നതാണ് ഇളിക്കുന്നത്, അല്ല അത് സന്തോഷമല്ല. അത് സന്തോഷം കൊണ്ട്
ആനന്ദം കൊണ്ട് ചിരിക്കാൻ നമുക്കേ കഴിയൂ. മധുരിപു ഭഗവാൻ മാനസമുരളിയെ ഒരാനന്ദമുണ്ടാകുന്നു അല്ലേ? അവനില്ലാതെ ഞാനില്ല എന്നെൻ്റെ കണ്ണൻ്റെ കാതിൽ നീ ചൊല്ലുമോ, പരിഭവം പറയുമോ എന്ന് പാടുമ്പോൾ നിന്നെ അണിയിക്കാൻ താമര നൂലിനാൽ ഞാനൊരു പൂത്താലി തീർത്തു വച്ചു, നീ വരുവോളവും വാടാതിരിക്കാനായി ഞാനതെടുത്തു വച്ചു, എൻ്റെ നെഞ്ചിലെടുത്തു വച്ചു എന്ന് പാടുമ്പോൾ, അല്ലെങ്കിൽ ഒറ്റപ്പത്തിയൊടായിരമുടലുകൾ കെട്ടുപിണഞ്ഞൊരു മണിനാഗം ചന്ദനലതയിൽ അധോമുഖശയനം ചന്തമൊടിങ്ങനെ ചെയ്യുമ്പോൾ വിലസി വിമലെ ചെറിയൊരു പനിനീരലർച്ചൂടിയ നിൻ ചിഗുരഭരം എന്ന് ചങ്ങമ്പുഴയുടെ മനസ്സിനി പാടുമ്പോൾ ഉണ്ടാകുന്നൊരു പുഞ്ചിരി, അതാണ് സ്മൈൽ. ഓ ഓപ്പൺ ഹേർട്ട്, ഹൃദയം തുറന്ന് വർത്തമാനം പറ, ഹൃദയം തുറന്ന് ചിരിക്ക്, ഹൃദയം തുറക്ക്. ഈ ഹൃദയം തുറക്കാത്ത കൊണ്ടാണ് എല്ലാത്തിനും ഠക്ക് എന്ന് പറഞ്ഞ് പൊട്ടിപ്പോകുന്നത്. ഈ തുറക്കുകയും അടക്കുകയും ചെയ്യാതെ വാതിലെപ്പോൾ അടച്ചു വെച്ചാൽ പിന്നെ തുറക്കൽ പണിയാണ്, തമ്പിച്ചു പോവും. എല്ലാ ദിവസവും രാവിലെ എണീറ്റാൽ മുന്നിലത്തെ വാതിൽ തുറക്കണ്ടേ? തുറക്കുക അടക്കുകയും വേണം. വാതിൽ ഉണ്ടാക്കിയത് തുറന്നു വെക്കാനാ അടച്ചു വെക്കാനാന്ന് ധരിച്ചു പോയി കുറേ പൊട്ടന്മാർ നമ്മളെ കേരളത്തിൽ. എല്ലാ വീടും വാതിൽ അടച്ചു വെക്കും. ഒരിക്കലും തുറക്കാത്ത വാതിൽ പിന്നെ വാതിൽ വേണോ? ചുമര് വെച്ച് മുട്ടിച്ചാൽ പോരെ? ജനലുകളും വാതിലുകളും ഉണ്ടാക്കിയിരിക്കുന്നത് അടച്ചു വെക്കാനല്ല, തുറന്നു വെക്കാനാ. തുറന്നു വെക്കാത്ത വാതിലുകൾ സ്ഥിരം അടച്ചു വെച്ചാൽ അത് പൊട്ടിപ്പോവും, അത് പിന്നെ തുറക്കാൻ പറ്റില്ല, ചെതല് പിടിച്ചു പോകും. അതുപോലെ നമ്മുടെ ഹൃദയം തുറക്കാത്തവരെ കൊണ്ടാണ് അറ്റാക്ക് കൂടുന്നത്. ഹൃദയം തുറന്ന് ചിരിക്ക്, ഹൃദയം തുറന്ന് കരയ്, ഹൃദയം തുറന്ന് പാട്ടുപാടൂ. അതാണ് ഓപ്പൺ ഹേർഡ്. ഓ ഓപ്പൺ ഹേർഡ്. എഫ് ഫോർവേഡ് ലീൻ. അഹന്ത വേണ്ട, ഒന്ന് മുന്നോട്ട് കുഞ്ഞൂടെ. നമ്മൾ അത്രക്കല്ലേ ഉള്ളൂ. ഒരു ചെറിയ വൈറസ് വിചാരിച്ചിട്ട് ഈ ലോകത്തിലുള്ള സകല രാജ്യങ്ങളെയും മൈക്രോസ്കോപ്പിലൂടെ നോക്കിയാൽ മാത്രം കാണുന്ന ഒരു വൈറസ് കൊണ്ട് ഈ ലോകത്തിലെ മുഴുവൻ രാജ്യങ്ങളെയും കുടുങ്ങിക്കിടത്തിയില്ലേ? കുടുങ്ങിക്കിടത്തി എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലല്ലേ? ഇനി ഇംഗ്ലീഷ് പറഞ്ഞാൽ മനസ്സിലാവും. ലോക്ക്ഡൗൺ ആയി കിടന്നില്ലേ? 1-2 കൊല്ലം നമുക്ക് പുറത്തിറങ്ങാൻ പറ്റിയോ? ഇല്ല. കോവിഡ് ചെറിയൊരു വൈറസ്. പിന്നെ എന്തിനാ നമ്മൾ അഹന്ത? ഒന്ന് മുന്നോട്ട് കുനിയൂ. ഫോർവേഡ് ലീൻ. ടച്ച്. സുഹൃത്തുക്കളെ ഒന്ന് തൊടൂ, ഹൃദയത്തിൽ തൊടൂ, ശരീരത്തിൽ തൊടൂ. മക്കളുടെ ചുമലിൽ കൈവെക്കൂ, അവരുടെ കുപ്പായത്തിൻ്റെ ഉള്ളിൽ കൈയിട്ടിട്ട് പുറത്തൊന്ന് മാന്തി കൊടുക്കൂ, അവരുടെ കവിളത്ത് മുത്തം കൊടുക്കൂ, അവരുടെ നെറ്റിയിൽ സ്പർശിക്കൂ, അവരെ ചേർത്ത് പിടിക്കൂ. വാത്സല്യം എന്ന വാക്കിൻ്റെ അർത്ഥം വത്സം എന്ന് പറഞ്ഞാൽ നെഞ്ചാണ്. നെഞ്ചോട് ചേർത്ത് പിടിക്കുക, അതാണ് വാത്സല്യം. മനസ്സിലായോ? വാത്സല്യം എന്ന് പറഞ്ഞാൽ എന്താ? നെഞ്ചോട് ചേർത്ത് പിടിക്കല. തൊടണം. ഭാര്യയും ഭർത്താവും തൊടുന്നില്ല, ഇരുട്ടത്ത് മാത്രം തൊട്ടിട്ട് കാര്യമുണ്ടോ? ഇല്ല. ഭാര്യയും ഭർത്താവും വെളിച്ചത്തിൽ കൈകൾ കോർത്ത് പിടിച്ച് മക്കളുടെ മുന്നിൽ പ്രേമിക്കുന്നത് കാണണം. മക്കൾ അച്ഛനും അമ്മയും പ്രേമിക്കുന്നത് കണ്ടിട്ട് കുട്ടികൾക്ക് മനസ്സിലാവണം. പ്രേമം എന്ന് പറഞ്ഞാൽ കല്യാണം വരെയുള്ള ഏർപ്പാടല്ല, കല്യാണം കഴിഞ്ഞ് മരണം വരെ ഉള്ളതാണ് പ്രേമമെന്ന്. പ്രണയം മരണം വരെ. ഒരാൾ മരിച്ചാലും മറ്റൊരാൾ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ മരിച്ചു കഴിഞ്ഞാലും പ്രണയം തുടരും. പ്രണയം എന്ന് പറയുന്നത് വിവാഹത്തിന് മുമ്പുള്ളതല്ല. നമ്മുടെ നാട്ടിൽ നോക്കിയാട്ടെ, വാട്സപ്പിലും ഫേസ്ബുക്കിലെല്ലാം കല്യാണം കഴിയുന്ന വരെ 100 പ്രാവശ്യം ഐ ലവ് യു എന്ന് അയച്ചിട്ടുണ്ടാവും. കല്യാണം കഴിഞ്ഞതിന് ശേഷം ഒരു തവണ പറഞ്ഞിട്ടുണ്ടോ ഐ ലവ് യു? ഭാര്യ ഭർത്താവിനോട്, ഭർത്താവ് ഭാര്യയോട് പറഞ്ഞിട്ടുണ്ടോ? എന്താ പറയാത്തതെന്ന് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ക്ലാസ് ചോദിച്ചപ്പോൾ ഒരാൾ എഴുന്നേറ്റ് പറയാ, കല്യാണം കഴിഞ്ഞതിന് ശേഷം എന്താ ഐ ലവ് യു പറയാത്തതെന്ന് അറിയോ? എന്താ? ഇലക്ഷൻ കഴിഞ്ഞാൽ പിന്നെ പ്രചരണം വേണ്ടല്ലോ. അപ്പോൾ ഇലക്ഷന് വേണ്ടിയുള്ള പ്രചരണം മാത്രമാണ് ഐ ലവ് യു? അല്ല. പ്രേമം ഈ ലോകത്തിലെ ഒരേ ഒരു മതമാണെന്ന് ഉള്ളൂരിൻ്റെ വരികൾ കേട്ടിട്ടുണ്ട്. ഒരൊറ്റ മതമുണ്ട്, ഉലകിന്നുയരാം പ്രേമമതൊന്നല്ലോ, പരക്കെ നമ്മെപ്പാലമൃതൂട്ടും പാർവണ ശശിബിംബം. അല്ലേ? ലോകത്ത് മുഴുവൻ നിലാവ് വരത്തുന്ന അതിസുന്ദരമായിരിക്കുന്ന വാക്കാണ് പ്രേമം. എന്നാൽ നമ്മളെ കുട്ടികൾ വിചാരിക്കുന്നത് പ്രേമം എന്ന് പറഞ്ഞാൽ ഐസ്ക്രീം വാങ്ങിക്കൊടുക്കുക, പിറ്റേന്ന് കൂട്ടി പോവുക, ഏടിയം പോയിട്ട് ഇണചേരുക, എന്നിട്ട് തിരിച്ചു പോവുക. ഇതാണ് പ്രേമമെന്ന് ധരിച്ചുപോയി. വിവാഹമെന്ന സങ്കല്പം തന്നെ തകരുക. ഇപ്പോൾ വിവാഹം വേണ്ട, പിന്നെന്താ? ലിവിങ് ടുഗദർ. കാമവികാരം എല്ലാവർക്കും ഉണ്ടാവും,
അതില്ലെങ്കിൽ പിന്നെ മനുഷ്യനുണ്ടാവും അല്ലേ? ഒരു നിശ്ചിത പ്രായം എത്തുമ്പോൾ, ഒരു കൗമാര പ്രായം തുടങ്ങുമ്പോൾ മല്ലികാബാണൻ തൻ്റെ വില്ലെടുക്കും, മന്ദാരമലർ കൊണ്ടു ശരം തൊടുക്കും. അതല്ല ജീവജാലങ്ങളിലും ഉണ്ടാവും. പക്ഷേ അത് പ്രകൃതിയുടെ ദൗത്യമാണ്. നമ്മൾ പ്രകൃതിയുടെ ദൗത്യം മാത്രം നിർവഹിച്ചാൽ പോരല്ല, അത് പക്ഷിമൃഗാദികൾ ചെയ്യട്ടെ. നമുക്ക് ചില ദൗത്യമുണ്ട്. ആ ദൗത്യം, പ്രകൃതിയുടെ ദൗത്യം ഇണചേരുകയും അതിലുണ്ടായ മക്കളെ തുടർന്ന് തലമുറയെ പോറ്റി വളർത്തുകയും അവർക്ക് സംസ്കാരം പകർന്നു കൊടുക്കുകയും ചെയ്യാനുള്ള കുടുംബമെന്ന ആശയമുണ്ടാവണം. ഈ കുടുംബമെന്ന ആ വൃക്ഷത്തിൻ്റെ ചില്ലകളാണ് അതിലുള്ള സന്തതികൾ. ആ ആശയം ഇല്ലാത്തതിൻ്റെ പേരിൽ ആ കുടുംബത്തോടൊരു ബന്ധമില്ല. ഇപ്പോൾ എന്താ, ഒരാണും പെണ്ണും ഇഷ്ടപ്പെട്ട കുറച്ച് ദിവസം ഏടിയും കൊത്തുകൂടുക, കുറേ കാലം ഇണ ചേർന്ന് മടുത്താൽ പിന്നെ രണ്ടും രണ്ട് വഴിക്ക് പോവുക. അതിലുണ്ടാകുന്ന മക്കളോ എൻ്റെ അച്ഛൻ നോക്കുവോ? ഇതിലുണ്ടാകുന്ന മക്കളെ കുടുംബമില്ലെങ്കിൽ പിന്നെ ജീവിതത്തിൻ്റെ ഈ സംസ്കാരത്തിൻ്റെ ഉറവിടം നശിച്ചു പോകും. അതുകൊണ്ട് ടച്ച്, സ്നേഹിക്കണം, മരണം വരെ പ്രേമിക്കണം.